ഏത് ബന്ധങ്ങൾക്കും ഒരായുസുണ്ട്. യെ ജാനത്താ ഹൂ മഗർ, ജീവിതകാലം മുഴുക്ക കൂടെ നടക്കാൻ ഒരുത്തൻ ഉണ്ടാവില്ല. മഗർ തോടി ദൂർ സാത്ത് ചലോ, യെ ഏക് ശബ് കി മുലാഖാത്ത് ബി ഗനീമത്ത് ഹൈ. നിന്റെ സാമീപ്യത്തെ ഞാൻ അത്രമേൽ കൊതിക്കുന്നുണ്ട്. ആരുടെ കയ്യിലാണ് നാളത്തെ വിവരമുള്ളത്? थोड़ी दूर साथ चलो. മര്യാദത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാനോ ഒറ്റയ്ക്ക് നടക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു ജന്മമാണ്. കൂട്ടായി ജീവിക്കുക, മറ്റൊരാളോടൊത്ത് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏത് സമയത്തെയും താല്പര്യം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നതിൻ്റെ വിവക്ഷ പോലും അതാണ്. സൗഹൃദങ്ങൾ അവന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലക്ക് അത് വളർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ആത്മാർത്ഥമെന്ന് കരുതുന്ന ബന്ധങ്ങൾ പോലും ഒരു ദീർഘായുസ്സിലേക്ക് അതുപോലെ വളരില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഏത് ബന്ധങ്ങൾക്കും ഒരായുസ്സുണ്ട്. ആ ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായി സംഭവിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അഹമ്മദ് ഫറാസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. കഠിൻ ഹെ രാഹ് ഗുസർ തോടി ദൂർ സാത്ത് ചലോ എന്ന് തുടങ്ങുന്ന ഒരു ഗസലിൽ അദ്ദേഹം ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഈരടി ഇങ്ങനെയാണ്: തമാം ഉംർ കഹാ കോയി സാത്ത് ദേത്താ ഹെ, യെ ജാനത്താ ഹൂ മഗർ തോടി ദൂർ സാത്ത് ചലോ. तमाम उम्र कहाँ कोई साथ देता है, तमाम उम्र कहाँ कोई साथ देता है, ये जानता हूँ मगर थोड़ी दूर साथ चलो. തമാം ഉംർ കഹാ കോയി സാത്ത് ദേത്താ ഹെ. ആരാണ് ജീവിതകാലം മുഴുക്കെ കൂടെ നടക്കുക? അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. ജീവിതകാലം മുഴുക്കെ കൂടെ നടക്കാൻ ഒരുത്തൻ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും നടക്കാൻ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യബോധത്തെ മനസ്സിലാക്കാതെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. യെ ജാനത്താ ഹൂ, ഇതെനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മഗർ തോടി ദൂർ സാത്ത് ചലോ, പക്ഷേ കുറഞ്ഞ ദൂരം, കുറഞ്ഞ സമയമെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കും. ഒരാഴ്കാലം മുഴുവൻ കൂടെ നടക്കാൻ നിന്നെക്കൊണ്ട് എന്നല്ല ആരെക്കൊണ്ടും സാധിക്കില്ല, അത് ശരിയാണ്. പക്ഷെ കുറഞ്ഞ സമയം നമുക്ക് നടക്കാലോ, കുറഞ്ഞ സമയം സൗഹൃദം പങ്കുവെക്കാലോ. എൻ്റെ കൂടെ നടക്കാൻ കൈത്താങ്ങാവാൻ ഒരാളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, അല്പസമയം, കുറഞ്ഞ സമയമെങ്കിൽ ആ കുറഞ്ഞ സമയം നീ എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കൂ എന്നാണ് അദ്ദേഹം ഈ ഈരടിയിൽ പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്ന് ഏകദേശം ഇതേ ആശയം വരുന്ന ഒരു ഈരടി കൂടെ അദ്ദേഹം ഇതേ ഗസലിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. യെ ഏക് ശബ് കി മുലാഖാത്ത് ബി ഗനീമത്ത് ഹെ, കിസേ ഹെ കൽ കി ഖബർ തോടി ദൂർ സാത്ത് ചലോ. भी गनीमत है, किसे है कल की खबर, थोड़ी दूर साथ चलो. ये एक शब की मुलाकात भी गनीमत है. ഈ ഒരൊറ്റ രാവിലുള്ള സമാഗമം പോലും, ഈ ഒരൊറ്റ നിമിഷത്തെ കണ്ടുമുട്ടൽ പോലും എനിക്കൊരു നിധിയാണ്, ഗനീമത്താണ്, ഒരു അമൂല്യമായ നിധിയാണ്. അത് വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിന്നോടടുത്ത് ചെലവഴിക്കാൻ ലഭിക്കുന്ന ഒരു നിമിഷം പോലും ഏറെ മൂല്യവത്താണ്. നിന്റെ സാമീപ്യത്തെ ഞാൻ അത്രമേൽ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, നാളത്തെ കഥ എന്താന്ന് ആർക്കറിയാം? കിസേ ഹെ കൽ കി ഖബർ, പടച്ചോനെ അതറിയൂ, നമുക്കതറിയില്ലല്ലോ, നമ്മൾ പടപ്പുകളല്ലേ. ആരുടെ കയ്യിലാണ് നാളത്തെ വിവരമുള്ളത്? നാളെ എന്ത് സംഭവിക്കുമെന്നതിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം, ഈ കണ്ടുമുട്ടലിൽ തോടി ദൂർ സാത്ത് ചലോ, എന്നോടൊത്ത് കുറച്ചു നേരം സഞ്ചരിക്കൂ, എന്നോടൊത്ത് കുറച്ചു നേരം ചെലവഴിക്കൂ. എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് നിർമ്മലമാക്കി മാറ്റിയേക്കൂ. നിന്റെ ആ സാമീപ്യം ഞാൻ അത്രമേൽ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ, നിന്റെ സാമീപ്യമാകുന്ന അനുഗ്രഹം നീ എനിക്ക് നൽകിയാലുമെന്നാണ് അഹമ്മദ് ഫറാസി പറഞ്ഞു വെക്കുന്നത്. വളരെ മനോഹരമായാണ് കൂടെ ചരിക്കാൻ ആള് വേണമെന്ന ചിന്തയെ ഫറാസ് വരഞ്ഞെടുക്കുന്നത്. ഇതിൽ വേറെയും ഇരടികളുണ്ട്.
അത് നമുക്ക് ചർച്ച ചെയ്യാം. ഏറെ നന്ദി. साथ चलो कठिन है राह गुजर